ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരമാണ്. ഈ നിസ്കാരം സഹീഹാവണമെങ്കിൽ വുളു നിർബന്ധമായും ചെയ്തിരിക്കണം. വുളു ചെയ്യാത്തവന്റെ നിസ്കാരം ബാത്തിലാണ്. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് ദീനിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളത്. എത്രയോ ആൾക്കാരെ നമുക്കറിയാം. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പല ആൾക്കാരും ദുനിയാവിന്റെ ശുഗലുകളിലായിരിക്കുമ്പോൾ നമ്മുടെ സമയത്തിന്റെ ഒരു ഭാഗം അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ നമ്മൾ മാറ്റിവെക്കുന്നു. ഇത് വലിയ അനുഗ്രഹമാണ്. ദീന് പഠിക്കുക എന്ന് പറയുന്നത് അമ്പിയാക്കൾ അവരുടെ സമുദായത്തോട് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് ദീന് പഠിപ്പിക്കുക എന്നുള്ളത്. ദീന് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് തന്നെ ദീന് പഠിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത്, അതിന്റെ മജ്ലിസുകളിൽ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാനുള്ള കാരണമാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയിരിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കി അള്ളാഹുവിന്റെ മസ്ജിദിൽ ഇരിക്കുമ്പോൾ എനിക്കും ആ പ്രതിഫലം ലഭിക്കണം, എന്റെയും എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കാൻ ഈ ഒരു സദസ്സ് കാരണമാകണം എന്നൊരു നിയ്യത്തോടുകൂടി നമ്മൾ ഇരിക്കുക. അതല്ലാതെ നാട്ടിൽ ഒരു മജ്ലിസ് നടക്കുന്നത് കൊണ്ട് നമ്മൾ പങ്കെടുത്തു എന്നൊരു നിയ്യത്താവരുത്. മറിച്ച് നമ്മളിവിടെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനാണ്. ആ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് സത്യസന്ധമായി വേണം നമ്മൾ ഇരിക്കാൻ. അള്ളാഹുവിനോട് ആരെങ്കിലും സത്യസന്ധത പുലർത്തിയാൽ അള്ളാഹു അവനോട് സത്യസന്ധത പുലർത്തും, ഒരു സംശയവുമില്ല. നമ്മൾ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തണം. ഇന്ന് പല ആൾക്കാരും, പല സഹോദരങ്ങളും പറയാറുണ്ട്, ദീന് പഠിക്കണം, ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അവർ കേവലം വാക്കിൽ പറയുന്നതിനപ്പുറം അവരുടെ ജീവിതത്തിൽ ആ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അവർ ചെയ്യാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് കേവലം വാക്കിലല്ല, മറിച്ച് സത്യസന്ധമായി പഠിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാവണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. എന്നാൽ സത്യസന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടും ഇടപെടും. ഇനി ഒരു വ്യക്തി സത്യസന്ധതയോടുകൂടി ദീന് പഠിക്കാൻ വേണ്ടി വന്നു, ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുത്തു, അയാളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലൊക്കെ പരിശ്രമിച്ചു, എന്നിട്ടും അയാൾക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ പഠിച്ചവരുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിക്കാനുള്ള നിയ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ഇൽമിന്റെ മജ്ലിസിൽ അല്ലെങ്കിൽ ഇൽമ് പഠിക്കാനുള്ള മാർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗമാണ് അവൻ എളുപ്പമാക്കി കൊടുക്കുന്നത്. ഇവിടെ ഞാൻ മുമ്പ് ദർസിൽ സൂചിപ്പിച്ചിരുന്നു, പല സഹോദരങ്ങളും കേട്ടിട്ടുണ്ടാകും, യൽതമിസു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ലമസ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒരു അന്ധന്റെ സ്പർശനത്തിനാണ് പറയുക. ഒരു കണ്ടു കാണാത്ത വ്യക്തി ഇവിടെ സ്പർശിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു പക്ഷേ അതിന്റെ ഏതെങ്കിലും ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് സ്പർശിക്കുക. അത്ര ഒരു ബന്ധം മാത്രമാണ് ഇൽമായിട്ട് ഒരു വ്യക്തിക്കുള്ളതെങ്കിൽ പോലും അവന്റെ സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. പക്ഷേ ആ ഒരു ബന്ധത്തിൽ സത്യസന്ധതയുണ്ടാവണം. അതുകൊണ്ട് സഹോദരങ്ങളെ, കേവലം ഒരു മജ്ലിസിൽ ഇരുന്ന് എഴുന്നേറ്റ് പോകുന്നതിന് പകരം ഈ മഹത്തായ
പ്രതിഫലങ്ങളൊക്കെ എനിക്ക് ലഭിക്കണം എന്നൊരു നിയ്യത്തോടു കൂടിയായിരിക്കണം നമ്മളിവിടെ ഇരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധമായ രീതിയിൽ നമുക്ക് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ദർസിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, പറ്റുമെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക, കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ ഓരോരോ ആഴ്ചയിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇവിടുത്തെ വിഷയം തന്നെ നിങ്ങൾക്കറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇന്റെയും നിസ്കാരത്തിന്റെയും രൂപമാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ വുദൂ ചെയ്തു മഗ്രിബ് നിസ്കരിച്ചു, നിങ്ങൾക്കതറിയാം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൽമിന്റെ മജ്ലിസിൽ വരുന്നത്? ഇൽമ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മാ ഖാല അല്ലാഹു വമാ ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവും റസൂലും പറഞ്ഞതാണ്. അപ്പോൾ ഇൽമ് എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയണം, അറിവുണ്ടാകണം. നിസ്കാരത്തിൽ നമ്മൾ നിന്നു, തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകെട്ടി. എന്താണ് കൈകെട്ടാനുള്ള തെളിവ്? നമ്മൾ വുദൂ ചെയ്തു, ആദ്യം കൈ കഴുകി. എന്താണ് അതിനുള്ള തെളിവ്? ഇങ്ങനെ ഓരോരോ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, ഉലമാക്കൾ പ്രത്യേകമായി അഹ്ലുസുന്നയുടെ പ്രത്യേകത എടുത്തു പറയുന്നു. അവർ ഇൽമ് പഠിക്കുന്നവരായിരിക്കും. ഇൽമ് പഠിക്കുക എന്നുള്ളത്, അറിവ് സമ്പാദിക്കുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അടയാളമായിട്ടാണ് ഉലമാക്കൾ പറയുന്നത്. നേരെ മറിച്ച് ബിദ്അത്തിന്റെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരോടും ഏതെങ്കിലും വിഷയം ചോദിച്ചാൽ അവരെന്താ പറയാ? ഇന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നയുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യത്തിന്റെ തെളിവെന്താണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കണം. അതെപ്പോഴാ സാധിക്കുക? നമ്മൾ പഠിച്ചാൽ. കേവലം കേട്ടാൽ മാത്രമല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി സഹോദരങ്ങളെ തയ്യാറാവണം. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ വിഷയം വുദൂഉമായി ബന്ധപ്പെട്ടാണ്, അതുപോലെ തന്നെ നിസ്കാരവും. ആദ്യം നമുക്ക് വുദൂഉമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കാം. അതിനു മുമ്പ് ചില മുഖദ്ദിമകൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മഹത്തായ ഇബാദത്ത് ഏതാണ്? നിസ്കാരമാണ്. നിസ്കാരമാണ്. ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിസ്കാരമാണ്. ഈ നിസ്കാരം സഹീഹാവണമെങ്കിൽ വുദൂ നിർബന്ധമായും ചെയ്തിരിക്കണം. വുദൂ ചെയ്യാത്തവന്റെ നിസ്കാരം ബാത്തിലാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് വുദൂ നിർബന്ധമായതുകൊണ്ട് തന്നെ ആ വുദൂ അത്രയും മഹത്വമുള്ളതാണ്. അതിനെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് ഓരോരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. ഇസ്ഹാഖ് ഇബ്നു റാഹോയ, മുഹദ്ദിഥീങ്ങളുടെ ഭാഷയിൽ ഇസ്ഹാഖ് ഇബ്നു റാഹോയ റഹിമഹുല്ലാഹ് പറയുന്നു, വുദൂഉം നിസ്കാരവും പഠിക്കുക എന്നുള്ളത് ഓരോരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫർദ് ഐനാണ്, നിർബന്ധ ബാധ്യതയാണ്. എന്തായാലും പഠിച്ചിരിക്കണം. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മളിവിടെ ഇരിക്കേണ്ടത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി, എന്താണ് വുദൂഇന്റെ മഹത്വം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന വുദൂഇന്റെ മഹത്വം എന്താണ്? ഈ മഹത്വങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈ മഹത്വങ്ങൾ അറിയാതെ ഒരു വ്യക്തി വുദൂ ചെയ്താലും അവന്റെ വുദൂ ശരിയാകും. പക്ഷേ ഈ മഹത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി അത് ഓർത്തുകൊണ്ടാണ് വുദൂ ചെയ്യുന്നതെങ്കിൽ പ്രതിഫലം അധികരിക്കും. അതിനുവേണ്ടിയിട്ടാണ് മഹത്വങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. വുദൂവിന്റെ മഹത്വം ഒന്നാമത്തേത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ് വുദൂ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം നമുക്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണ് വുദൂ എന്നുള്ളത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അധികമായി തൗബ ചെയ്യുന്നവരെയും അതുപോലെ തന്നെ ശുദ്ധി സൂക്ഷിക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അധികമായി തൗബ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ശുദ്ധി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ശുദ്ധിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ബാഹ്യമായ ശുദ്ധിയും കൂടിയാണ്. ബാഹ്യമായ ശുദ്ധി എന്ന് പറയുന്നത് വുദൂ ആണ്. ബാഹ്യമായ ശുദ്ധിയും കൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ
ഇമാം ബഗവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചില മുഫസ്സിരീങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുള്ള ശുദ്ധിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അതായത് വുളൂഉം കുളിയും. അപ്പോൾ സഹോദരങ്ങളെ, വുളൂഇന്റെ ഏറ്റവും വലിയൊരു മഹത്വം, വുളൂ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടും. നമ്മൾ എത്ര വർഷമായി വുളൂ ചെയ്യുന്നു? നമുക്ക് എത്ര ആൾക്കാർക്ക് അള്ളാഹുവിന്റെ മഹബ്ബത്ത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഇത്ര വലിയ ഇബാദത്ത്, അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ വുളൂ ചെയ്യുന്നത്. വുളൂ ചെയ്യുമ്പോൾ എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു സബബാണ്, അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ വുളൂ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും എന്നൊരു ബോധം, അല്ലെങ്കിൽ ആ ഒരു ദൃഢമായ തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ ഫള്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും. നിങ്ങൾ പഠിക്കണം, കേട്ടുപോകാനല്ല, പഠിക്കണം. രണ്ടാമത്തെ ഫള് എന്താണ്? ഈമാനിന്റെ ഒരു ഭാഗമാണ് വുളൂ. ഈമാനിന്റെ ഒരു ഭാഗമാണ് വുളൂ എന്നുള്ളത്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വുളൂഉ ശത്റുൽ ഈമാൻ. ഇമാം തിർമിദി റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൽ വുളൂഉ ശത്റുൽ ഈമാൻ, ഈമാനിന്റെ ഒരു ഭാഗമാണ് വുളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വുളൂഇൽ ശ്രദ്ധയില്ലാത്തവന് ഈമാൻ പൂർണ്ണമാവുകയില്ല. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വുളൂഇൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ അവന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. കാരണം ഈമാനിന്റെ ഒരു ഭാഗമാണ് വുളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈമാൻ കൊണ്ട് വേറെയും ചില ഉദ്ദേശങ്ങൾ ഉലമാക്കൾ പറയുന്നുണ്ട്, പക്ഷേ വിശദീകരണങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഞാൻ ആദ്യമേ ദർസിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, അധികമായി വിശദീകരിക്കാതെ പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം, അത് പഠിക്കണം. വുളൂഇന്റെ രണ്ടാമത്തെ മഹത്വം എന്താണ്? ഈമാനിന്റെ ഒരു ഭാഗമാണ് വുളൂ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവല്ലഅ അൽ അബ്ദു, ഒരു അടിമ വുളൂ ചെയ്താൽ, ഇദാ തവല്ലഅ അൽ അബ്ദുൽ മുസ്ലിം, ഒരു മുസ്ലിമായ അടിമ വുളൂ ചെയ്താൽ, فغسل وجهه خرج من وجهه كل خطيئة نظر إليها بعينه مع الماء. ഒരു വ്യക്തി വുളൂ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ മുഖം വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ആ കഴുകുന്നത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം കൊണ്ട് ചെയ്തിരിക്കുന്ന പാപങ്ങളൊക്കെ മാപ്പാക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ വുളൂ ചെയ്യുമ്പോൾ എല്ലാവരും മഗ്രിബിൽ വുളൂ ചെയ്തു, മുഖം കഴുകി. അങ്ങനെ കഴുകുന്ന സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖം കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും. അതിനുള്ള ഷർത്ത് എന്താണ്? നമ്മുടെ മനസ്സിൽ ആ നിയ്യത്ത് ഉണ്ടാകണം. ഒരു വ്യക്തി വുളൂ ചെയ്ത് മുഖം കഴുകുമ്പോൾ അയാൾ കരുതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപങ്ങൾ ഇത് കാരണം മാപ്പാക്കണം എന്ന നിയ്യത്ത് അയാളുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ വ്യക്തിക്ക് ആ ഫള് ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു വ്യക്തി മുഖം കഴുകിയാൽ മുഖം കഴുകുന്നത് ശരിയായി, പക്ഷേ ആ മഹത്വം അവന് ലഭിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇൽമിന്റെ പ്രത്യേകത ഉലമാക്കൾ പറയാറുള്ളത് പോലെ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങൾ അറിവുള്ളവർ ചെയ്യുമ്പോൾ ഇബാദത്തായി മാറും. ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. ഈ പറഞ്ഞൊരു ഉദാഹരണം, നമ്മളെല്ലാവരും മഗ്രിബിന് വുളൂ ചെയ്യുമ്പോൾ മുഖം കഴുകി. ഇവിടെ നമ്മൾ മുഖം കഴുകിയത് ഈ ഹദീസ് ഓർത്തുകൊണ്ടാണെങ്കിൽ നമ്മൾ മുഖം കൊണ്ട് ചെയ്തിരിക്കുന്ന, കണ്ണുകൊണ്ട് ചെയ്തിരിക്കുന്ന ഹറാമായ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകും. വലിയ പാപങ്ങൾ മാപ്പാക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്, അതല്ല ഇവിടെ നമ്മുടെ ചർച്ച. എന്നിരുന്നാലും നമ്മുടെ പാപങ്ങൾ മാപ്പാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. രണ്ടാമത്തെ മഹത്വം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് തന്നെ, فإذا غسل يديه خرج من يديه كل خطيئة بطشتها. ഇനി ഒരു വ്യക്തി അയാളുടെ കൈ കഴുകിയാൽ, നമ്മൾ മുട്ടുവരെ കൈ കഴുകും, ഇങ്ങനെ കഴുകിയാൽ ആ കൈ കൊണ്ട് അയാൾ ചെയ്തിരിക്കുന്ന എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. ഇതിനും ഷർത്ത് എന്താണ്? നമ്മുടെ മനസ്സിൽ ആ നിയ്യത്ത് ഉണ്ടാകണം. നമ്മൾ വുളൂ ചെയ്തു, കൈ കഴുകി, പെട്ടെന്ന് വന്ന് നിസ്കരിച്ചു, വുളൂ ശരിയാണ്, പക്ഷേ നമ്മൾക്ക് പ്രത്യേകിച്ച് അത് കാരണത്താൽ നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നില്ല. നേരെ മറിച്ച് കൈ കഴുകുമ്പോൾ എന്റെ റബ്ബ്, ഞാൻ ഈ കൈ കൊണ്ട് ചെയ്തിരിക്കുന്ന തെറ്റുകൾ എനിക്ക് മാപ്പാക്കി തരണം എന്നൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ഫള് നൽകും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فإذا غسل رجليه خرج كل خطيئة مشتها رجلاه مع الماء. കാല് കഴുകുമ്പോൾ ആ കാല് കൊണ്ട് ചെയ്തിരിക്കുന്ന തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകും. എത്ര വലിയ ഫളാണ് സഹോദരങ്ങൾ!
ഒരു ദിവസം നിർബന്ധമായും 5 വക്ത് നിസ്കരിക്കുമ്പോൾ ഒരു വ്യക്തി ആ 5 വക്തിന് വേണ്ടി വുളൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ എത്ര തവണയാണ് അവന്റെ പാപങ്ങൾ മാപ്പാക്കുന്നത്? ചിലപ്പോൾ ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഞാൻ ളുഹറിന് വുളൂ ചെയ്തു, എന്റെ പാപങ്ങളൊക്കെ അള്ളാഹു കഴുകിക്കളഞ്ഞു, ഞാൻ ആ വിശ്വാസത്തോടു കൂടി ചെയ്തു. അസറാകുമ്പോഴേക്ക് പ്രത്യേകിച്ചൊരു പാപവും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ എന്താണ് ഞാൻ ആ നിയ്യത്ത് വെക്കുന്നത് കൊണ്ടുള്ള ഉപകാരം? ഉലമാക്കൾ പറയുന്നു, അവന് പ്രത്യേകിച്ചൊരു പാപമില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പ്രതിഫലം നൽകും അതിന് പകരമായിട്ട്. നമുക്ക് പാപം മാപ്പാക്കപ്പെടാനുള്ളൊരു പാപമില്ല എങ്കിൽ അധികമായി നമുക്ക് പ്രതിഫലം ലഭിക്കും. നമ്മൾ നിയ്യത്ത് വെച്ചാൽ അത്രയും അധികം ഉപകാരമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വുളൂ എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെടാനുള്ള ഒരു കാരണമാണ്. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കാനുള്ള ഒരു കാരണമാണ് വുളൂ എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഫള് എന്താ നമ്മൾ പറഞ്ഞത്? അല്ലാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ ഫള് ഈമാനിന്റെ ഒരു ഭാഗം. മൂന്നാമത്തെ ഫള് നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണത്താൽ കഴുകിക്കളയും. നാലാമത്തെ ഫള് എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന ഉമ്മതി യുദഊന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. വുളൂ ചെയ്ത ഭാഗം പ്രകാശമുള്ളവരായ നിലയിൽ ഈ ഉമ്മത്തിനെ അവസാന നാളിൽ വിളിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ വുളൂ ചെയ്യുന്ന ഭാഗങ്ങൾ അവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ഭംഗി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബ്ലുഗുൽ ഹില്യതു മിനൽ മുഅ്മിൻ ഹൈസു യബ്ലുഗുൽ വുളൂ. ഒരു വ്യക്തിക്ക് എവിടെയൊക്കെയാണോ നല്ല രീതിയിൽ അയാൾ വുളൂ ചെയ്യുന്നത് ആ ഭാഗമൊക്കെ അല്ലാഹുവിനരികിൽ പ്രകാശിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, വുളൂ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ വുളൂ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രയാസമുണ്ടായിട്ടും ഒരു വ്യക്തി നല്ല രീതിയിൽ വുളൂ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ മാപ്പാക്കി നൽകും, അവന്റെ പദവികൾ ഉയർത്തി നൽകും. അതുകൊണ്ട് ആഖിറത്തിൽ നമ്മുടെ അവയവങ്ങൾ പ്രകാശിക്കാനുള്ള ഒരു കാരണമാണ് വുളൂ എന്നുള്ളത്. അതുകൊണ്ട് ആ വിഷയം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന വുളൂഇന്റെ 5ാമത്തെ മഹത്വമാണ്, ഒരു വ്യക്തി സ്ഥിരമായിട്ട് വുളൂ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ കപട വിശ്വാസിയല്ല എന്നതിന് തെളിവാണത്. സ്ഥിരമായിട്ട് ജീവിതത്തിൽ വുളൂ പതിവാക്കിയവൻ കപട വിശ്വാസിയല്ല, അവൻ മുനാഫിഖാവുകയില്ല. എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഹാഫിളു അലൽ വുളൂഇ ഇല്ലാ മുഅ്മിൻ. വുളൂ സ്ഥിരമായിട്ട് ജീവിതത്തിൽ പതിവാക്കാൻ മുഅ്മിനല്ലാതെ സാധിക്കുകയില്ല. എല്ലാ സാഹചര്യങ്ങളിലും ഒരു വ്യക്തി വുളൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അശുദ്ധിയാകുന്ന ഒരു സമയം ഉണ്ടാവുന്നില്ല. അശുദ്ധിയാകുമ്പോഴേക്ക് അതിനുശേഷം ആ വ്യക്തി വുളൂ ചെയ്യുകയാണ്. അങ്ങനെ വുളൂ പതിവാക്കിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മുഅ്മിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിക്കുന്നു. ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്നും വുളൂ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സ്വർഗ്ഗത്തിൽ ബിലാൽ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിന്റെ ശബ്ദം കേട്ടു. അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിന്റെ ശബ്ദം സ്വർഗ്ഗത്തിൽ കേട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കളുടെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗ്ഗത്തിൽ കേൾക്കാനിടയായി, എന്താണ് താങ്കൾ ചെയ്യുന്ന അത്രയും മഹത്വമുള്ള ഒരു പ്രവർത്തനം? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അശുദ്ധിയാകുമ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് വുളൂ ചെയ്യും, അതിനുശേഷം 2 റക്അത്ത് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തന്നെയാണ് കാരണം. അതുകൊണ്ട് സഹോദരങ്ങളെ, വുളൂ നിത്യമായിട്ട് എടുക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ മഹത്വമാണ്. വേറെയും ധാരാളം ഹദീസുകൾ വുളൂവിന്റെ മഹത്വത്തിലുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 5 ഹദീസുകൾ മാത്രം ഞാൻ തെരഞ്ഞെടുത്തു നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് ഇശാഖ് മുതൽ നമ്മൾ വുളൂ ചെയ്യുമ്പോൾ ഓരോ അവയവം കഴുകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഞാൻ ഈ അവയവം കഴുകുന്നതിലൂടെ എന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി നൽകണം. അതിനുവേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതല്ലാതെ ഒരു ക്ലാസ്സിലിരുന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരുന്നു എന്ന് പറയാനല്ല, മറിച്ച് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ആ അമലുകൾ കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക.
ഇതാണ് വുളൂഇന്റെ മഹത്വം. രണ്ടാമത്തെ ഒരു കാര്യം, എപ്പോഴാണ് ഈ ഉമ്മത്തിന് വുളൂ നിശ്ചയിക്കപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വുളൂ നിർബന്ധമാക്കിയത് എപ്പോഴാണ്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ഇല്ലാതെ ഒരു തവണ പോലും നിസ്കരിച്ചില്ല എന്ന് ഇബ്നുൽ മുൻദിർ, ഇബ്നു അബ്ദുൽ ബർ എന്നീ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ഇല്ലാതെ ഒരു തവണ പോലും നിസ്കരിച്ചിരുന്നില്ല. എപ്പോഴാണ് നിസ്കാരം വാജിബായത്? ഏത് വർഷത്തിലാണ്? ഏത് വർഷത്തിലാണ് നിസ്കാരം വാജിബായത്? ഏത് രാത്രിയിലാണ് നിസ്കാരം അള്ളാഹു വാജിബാക്കിയത്? ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ്. മിഅ്റാജിന്റെ രാത്രി, ഇസ്രാ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയതിനാണ് ഇസ്രാ എന്ന് പറയുക. അവിടുന്ന് ആകാശത്തേക്ക് പോയതിനാണ് മിഅ്റാജ് എന്ന് പറയുക. ആ രാത്രിയിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 5 വഖ്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നത്, അല്ലേ? ആ രാത്രിയിലാണ് 5 വഖ്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നത്. അതെപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ട്, 11ാമത്തേതാണോ 12ാമത്തേതാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 5 വഖ്ത് നിസ്കാരങ്ങൾ, ഫജ്ർ, ളുഹൂർ, അസ്ർ, മഗ്രിബ്, ഇശ എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നത്. അന്ന് ളുഹൂറും അസ്റും എത്ര റക്അത്താണ്? 2 റക്അത്താണ്. ളുഹൂറും അസ്റും ഒക്കെ 2 റക്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വർഷത്തിലാണ് ളുഹൂറും അസ്റും ഇശാഉം അല്ലാഹു സുബ്ഹാനഹു വ തആല 4 റക്അത്തായി കൊണ്ട് നിശ്ചയിക്കുന്നത്. ഇതാണ് നിസ്കാരത്തിന്റെ ഒരു ചരിത്രം. അപ്പോൾ നമ്മുടെ വിഷയം, എപ്പോഴാണ് വുളൂ നിർബന്ധമാക്കപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ഇല്ലാതെ നിസ്കരിക്കാറില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇസ്രാ മിഅ്റാജിന്റെ രാത്രി കഴിഞ്ഞ ദിവസം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ വുളൂ ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ വുളൂ ചെയ്യാറുണ്ട്. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, പ്രവാചകന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ തന്നെ വുളൂ ശർഅാക്കിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നിരുന്നു. പക്ഷേ ഏത് വർഷമാണ് തുടങ്ങിയ കാര്യത്തിലൊക്കെ വ്യക്തമായ ഒന്നും വന്നിട്ടില്ല. വുളൂവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആയത്ത്? സൂറത്തുൽ മാഇദയിലെ 6ാമത്തെ വചനം. വുളൂഇന്റെ പൂർണ്ണമായ വിശദീകരണം അല്ലാഹു നൽകുന്ന ആയത്ത് ഏതാണ്? സൂറത്തുൽ മാഇദയിലെ 6ാമത്തെ വചനം. ഈ ആയത്ത് അല്ലാഹു എപ്പോഴാണ് അവതരിപ്പിച്ചത്? ഹിജ്റയ്ക്ക് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തതിന് ശേഷമാണ് വുളൂവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? പ്രവാചകന്റെ മക്ക ജീവിത കാലഘട്ടത്തിൽ തന്നെ വുളൂ നിർബന്ധമായിരുന്നു. പക്ഷേ വുളൂവുമായി ബന്ധപ്പെട്ട പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് അവതരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലാണ്. അതുകൊണ്ട് വുളൂവുമായി ബന്ധപ്പെട്ട ആയത്ത് മദനിയാണ്. ഖുർആനിലെ ആയത്ത് എത്ര തരമാണ്? 1 മക്കിയ, 2 മദനിയ. മക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? ഹിജ്റയ്ക്ക് മുമ്പ് അവതരിപ്പിച്ചത്. മദനിയ എന്ന് പറഞ്ഞാൽ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ചത്. ചില ആൾക്കാർ കരുതുന്നത് മക്കിയ എന്ന് പറഞ്ഞാൽ മക്കയിലും മദനിയ എന്ന് പറഞ്ഞാൽ മദീനയിലും. അങ്ങനെയല്ല. മറിച്ച് മക്കിയ എന്ന് പറഞ്ഞാൽ ഹിജ്റയ്ക്ക് മുമ്പ്, മദനിയ എന്ന് പറഞ്ഞാൽ ഹിജ്റയ്ക്ക് ശേഷം. വുളൂവുമായി ബന്ധപ്പെട്ട ആയത്ത് ഹിജ്റയ്ക്ക് ശേഷമാണ് അവതരിച്ചതെങ്കിൽ പോലും വുളൂ ഹിജ്റയ്ക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതാണ് വുളൂ ശർഅാക്കിയതിനെ സംബന്ധിച്ച്. മൂന്നാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, വുളൂ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണോ? വുളൂ എന്നുള്ളത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണോ? ഈ ഉമ്മത്തിന് മാത്രമായിട്ട് അല്ലാഹു നൽകിയ ഒരു കാര്യമാണോ വുളൂ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയും ഇമാം ഹലീമിയും ഈ കാര്യം പറയുന്നുണ്ട്. അവർ പറയുന്നു ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് വുളൂ എന്നുള്ളത്. എന്നാൽ മുൻകഴിഞ്ഞ സമുദായങ്ങളിലും വുളൂ ഉണ്ടായിരുന്നു. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ വുളൂ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് എന്ന് പറയുന്നവർക്ക് മറുപടി നൽകിക്കൊണ്ട് പറയുന്നു, ആ വാദം ശരിയല്ല. മറിച്ച് മുൻകഴിഞ്ഞ സമുദായങ്ങളിലും വുളൂ ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ തെളിവ്? ശരിക്ക് പഠിക്കണേ നമ്മൾ, അതല്ലാതെ കേട്ടുപോകാനല്ല. അതുകൊണ്ടാണ് ഞാൻ മെല്ലെ പറയുന്നത്. വുളൂ ഇതിനു മുമ്പിൽ ഉണ്ടായിരുന്ന സമുദായങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് എന്താണ്? ഒന്നാമത്തെ തെളിവ് ഞാൻ ചോദിക്കും അവസാനത്തിൽ ഇൻഷാ അല്ലാഹ്.
ഒന്നാമത്തെ തെളിവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം സഹീഹുൽ ബുഖാരിയിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറ അലൈഹിസ്സലാം അവരുടെ ജീവിതകാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് ഭംഗിയുള്ള എല്ലാ സ്ത്രീകളെയും ആ രാജാവ് പിടിച്ചെടുക്കുമായിരുന്നു. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയായ സാറയെയും അവർ പിടിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു കഥ സഹീഹുൽ ബുഖാരിയിൽ ദീർഘമായൊരു കഥയാണ്. ആ കഥ മൊത്തത്തിൽ ഇവിടെ വിശദീകരിക്കുന്നില്ല. മറിച്ച് ആ കഥയിൽ സാറ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഖാമത് തതവല്ലഉ വതുസല്ലി, അവർ നിൽക്കുകയും അതിനുശേഷം വുളൂ ചെയ്യുകയും അതിനുശേഷം നിസ്കരിക്കുകയും ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? സാറ അലൈഹിസ്സലാം വുളൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇബ്നു ഹജർ ഒന്നാമത്തെ തെളിവായി ഉദ്ധരിക്കുന്നത്. രണ്ടാമത്തെ തെളിവ് എന്താണ്? ജുറൈജ്, എല്ലാവർക്കും കേട്ടുപരിചയമുള്ള സംഭവമാണ്. ജുറൈജ് എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നല്ല ആബിദായിരുന്നു, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഒരു ദിവസം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം മാതാവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടില്ല. ഈ സമയത്ത് ജുറൈജിന്റെ മാതാവ് ജുറൈജിനെതിരെ ദുആ ചെയ്തു. ആ പ്രാർത്ഥന ജുറൈജിനെ ബാധിച്ചു. അങ്ങനെ ജുറൈജിനെ ചില ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞു? വിമർശിച്ചു. അദ്ദേഹം വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞു. അവിടെയുള്ള ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് ജുറൈജിൽ നിന്നൊരു കുട്ടിയുണ്ടായി, ജുറൈജ് ഞാനുമായി വ്യഭിചരിച്ചു എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു. അങ്ങനെ ആൾക്കാർ ജുറൈജിനെ സംശയിക്കുകയും ജുറൈജ് ഇബാദത്ത് ചെയ്തിരുന്ന ചെറിയൊരു കൂര അവർ അടിച്ചു തകർക്കുകയും ചെയ്തു. ഈ സമയത്ത് ജുറൈജ് പറഞ്ഞു, ഞാനല്ല അത് ചെയ്തത്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ഒരിക്കലും അത്തരത്തിലുള്ള വ്യഭിചാരം ചെയ്യുകയില്ല എന്ന് ജുറൈജ് പറഞ്ഞു. ഈ സമയത്ത് അവർ വിശ്വസിച്ചിട്ടില്ല ആദ്യം. അങ്ങനെ ജുറൈജ് പറഞ്ഞു, അവിടെയുള്ള ഒരു ചെറിയ കുട്ടിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ കുട്ടിയെ നിങ്ങൾ എന്റെ അരികിലേക്ക് കൊണ്ടുവരിക, ആ കുട്ടി സത്യം പറയുമെന്ന് ജുറൈജ് റഹിമഹുള്ള പറഞ്ഞു. സഹോദരങ്ങളെ, ആ സംഭവത്തിൽ കാണാം ജുറൈജ് വുളൂ ചെയ്യുകയും അതിനുശേഷം നിസ്കരിക്കുകയും അതിനുശേഷം ആ കുട്ടിയോട് ചോദിച്ചു, ആരാണിത് ചെയ്തത്? അപ്പോൾ ആ കുട്ടി ജുറൈജിന്റെ കുട്ടിയാണെന്ന് പറയപ്പെടുന്ന ആ കുട്ടിയോട് ചോദിച്ചു, നിങ്ങളുടെ ഉപ്പ ആരാണ്? അപ്പോൾ പറഞ്ഞു, ഇന്ന ആട്ടിടയനാണ്. ഈ സംഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുറൈജിന്റെ നിരപരാധിത്വം തെളിയിച്ചു. എന്നിരുന്നാലും ഈ സംഭവത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയിൽ 2482 സംഭവമായി ഉദ്ധരിക്കുന്ന ഈ സംഭവത്തിൽ ജുറൈജ് റഹിമഹുല്ലാഹ് വുളൂ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ സ്ഥാപിക്കുന്നത് എന്താണ്? ഈ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതല്ല വുളൂ എന്നുള്ളത്, മറിച്ച് മുൻകഴിയുന്ന സമുദായങ്ങളിൽ വുളൂ ഉണ്ടായിരുന്നു. മുൻകഴിയുന്ന സമുദായങ്ങളിലും വുളൂ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസ്, വുളൂ കാരണത്താൽ വുളൂഇന്റെ അവയവങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം നൽകുമെന്ന് പറയുന്ന കാര്യമാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടത്. മനസ്സിലായില്ലേ? വുളൂ ചെയ്യുന്ന കാരണത്താൽ ആ അവയവങ്ങൾ പ്രകാശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. അതല്ലാതെ വുളൂ തന്നെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയല്ല, മറിച്ച് വുളൂ മുൻകഴിയുന്ന സമുദായങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം ഈ പറയപ്പെട്ട മുഖദ്ദിമയ്ക്ക് ശേഷം വുളൂവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി സഹോദരങ്ങളെ ബാറക്കല്ലാഹു ഫീക്കും, വുളൂവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏകദേശം 17ഓളം സഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. വുളൂവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 17ഓളം സഹാബികൾ ഉദ്ധരിക്കുന്നുണ്ട്. ചില സഹാബികൾ വുളൂഇന്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞു, വേറെ ചില സഹാബികൾ വുളൂഇന്റെ ഒന്നിലധികം ഭാഗം പറഞ്ഞു. ഒരു ഹദീസിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ പോലും വുളൂഇന്റെ എല്ലാ സുന്നത്തുകളും അതുപോലെ തന്നെ വാജിബാത്തുകളും ഒരുമിച്ച് കൂട്ടിയതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു ഹദീസിൽ വുളൂഉമായി ബന്ധപ്പെട്ട എല്ലാ സുന്നത്തുകളും വാജിബുകളും പറയപ്പെട്ടതായി നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ വന്നിരിക്കുന്ന ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത് ആരാണ്? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. വുളൂഉമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസ് ഉദ്ധരിച്ചതാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് വുളൂഉമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം കാര്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹദീസിൽ തന്നെ കൂടുതൽ വിശദീകരണങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തേത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഹദീസ് അല്ലെങ്കിൽ ആ വിഷയം പറഞ്ഞിരിക്കുന്നത് ധാരാളം സഹാബികളുടെ മുമ്പിലാണ്.
ആ സഹാബികളൊക്കെ അംഗീകരിച്ചു. ബാക്കിയുള്ള പല ആൾക്കാരും ഉദ്ധരിച്ചിരിക്കുന്നത് അവരുടെ ചില വിദ്യാർത്ഥികളുടെ മുമ്പിലാണ്. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നത് ധാരാളം ആൾക്കാരുടെ മുമ്പിലാണ്. അതൊന്നാമത്തെ പ്രത്യേകതയാണ്. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 20ഓളം ആൾക്കാർ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അത് ആ ഹദീസിന് ബലം നൽകുന്ന കാര്യമാണ്. ഒരു ഹദീസ് ധാരാളം ആൾക്കാർ ഉദ്ധരിക്കുക എന്നുള്ളത് ആ ഹദീസിന് ബലം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആരോടെന്ന് ചോദിച്ചാൽ വുളൂഉമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വിശദീകരണങ്ങൾ വന്നിരിക്കുന്ന ഹദീസ് ആരുടേതാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ. ഒരു ഫായിദ ഇതിന്റെ കൂടെ പറയാം. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വിശദീകരണങ്ങൾ ആരുടെ ഹദീസിലാണ്? ഹജ്ജുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം വിശദീകരണങ്ങൾ ആരുടെ ഹദീസിലാണ്? ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലാണ് ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അധികം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂ പഠിക്കാൻ നമ്മൾ അവലംബിക്കുന്നത് ആരുടെ ഹദീസാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ആ ഹദീസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. ആ ഹദീസിൽ പരാമർശിക്കാത്ത എന്തെങ്കിലും സുന്നത്തായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദർസിന്റെ ഇടയിലൂടെ പറഞ്ഞു പോകാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട മുഖദ്ദിമകൾ നമ്മൾ മനസ്സിലാക്കുക. വുളൂവിന്റെ ഫضل നമ്മൾ പറഞ്ഞു. വുളൂ ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണോ എന്ന് നമ്മൾ പറഞ്ഞു. വുളൂ എപ്പോഴാണ് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വുളൂവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ 17ഓളം സഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ, ഏറ്റവും വിശാലമായ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസ് ആരുടേതാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഇവിടെ ആദ്യമായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആരാണ് ഉസ്മാൻ? ആരാണ് ഉസ്മാൻ? അദ്ദേഹത്തെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം. അദ്ദേഹത്തിന്റെ പൂർണ്ണ പേരെന്താണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അൽ ഖുറശി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അൽ ഖുറശി റളിയല്ലാഹു അൻഹു. എത്രാമത്തെ ഖലീഫയാണ്? ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആരുടെ കയ്യിലൂടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്? അഹ്സൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലൂടെയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിന്റെ കാരണം. അദ്ദേഹം 2 ഹിജ്റ ചെയ്തിട്ടുണ്ട്. എന്താണ് 2 ഹിജ്റ? ഇസ്ലാമിൽ 2 ഹിജ്റയാണ്. ഇസ്ലാമിൽ അടിസ്ഥാനപരമായി നടന്നിരിക്കുന്നത് 2 ഹിജ്റയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ. എവിടേക്കൊക്കെയാണ്? ഒന്ന് അബ്സീനിയയിലേക്ക്, ഹബ്ഷയിലേക്ക്. രണ്ടാമത്തേത് മദീനയിലേക്ക്. ഈ 2 ഹിജ്റയിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആദ്യം മക്കയിൽ നിന്ന് അദ്ദേഹം ഹബ്ഷയിലേക്ക് ഹിജ്റ പോയി. അതിനുശേഷം അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വരികയും അവിടുന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തു. 2 ഹിജ്റ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യ ആരാണ്? 2 ഭാര്യമാരാണ്. ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളായിരുന്നു. ആരൊക്കെയാണ്? ഒന്നാമതായി, ഇത് സഹോദരങ്ങളെ പറയുന്നതിന്റെ ഉദ്ദേശം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടി, ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല. നമ്മുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ചരിത്രം പോലും ഇന്ന് പല മുസ്ലിമീങ്ങൾക്ക് അറിയില്ല. ഞാൻ പലപ്പോഴും ആ ആശയം എനിക്ക് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. പല സഹോദരങ്ങളും ധാരാളം ദർസുകൾക്ക് ഇരിക്കുന്നുണ്ട്, പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർക്കറിയില്ല. അതിന് കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ ഇൽമിന്റെ മജ്‌ലിസിലിരിക്കും, പക്ഷെ പഠിക്കുന്നില്ല. ഒരാഴ്ച അവരിയ്ക്കും, അത് കഴിഞ്ഞ് പോയി പിന്നെ അതായിട്ടൊരു ബന്ധമില്ല. അടുത്ത ആഴ്ച അടുത്ത ദർസിൽ വരും, പിന്നെ ഒരു ബന്ധമില്ല. അങ്ങനെ ആവരുത്. നമ്മളിവിടെ കേൾക്കുന്ന കാര്യങ്ങൾ വീണ്ടും മുറാജഅ ചെയ്യുക, വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇൽമ പഠിക്കണം. ഇൽമ കേൾക്കാനല്ല, ഇൽമ പഠിക്കണം. ഈ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യം വിവാഹം ചെയ്തത് ആരെയാണ്? റുഖയ്യ റളിയല്ലാഹു അൻഹയെ. ആദ്യം വിവാഹം ചെയ്തത് റുഖയ്യ റളിയല്ലാഹു അൻഹയെ. അവരെയും കൂട്ടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹബശയിലേക്ക് പോകുന്നത്. അതിനുശേഷം തിരിച്ചു വന്നു, മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പോയ സമയത്ത് ആര് മരണപ്പെട്ടു? റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് പോയപ്പോൾ റുഖയ്യ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ഒരു മകളെയും കൂടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. ആരെയാണ്?
ഇന്ന് പല ആൾക്കാർക്കും ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ ഭാര്യയൊക്കെ ചോദിച്ചാൽ അറിയാം. ആരെയാണ്? ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. അതിന്റെ കൂടെ ഞാൻ വെറുതെ ഒരു ചോദ്യം, പ്രവാചകന്റെ പെൺമക്കളിൽ ഏറ്റവും മൂത്തതാര? സുബ്ഹാനല്ലാഹ്. നമ്മുടെ പ്രവാചകന്റെ കഥ പോലും അവിടുത്തെ ചരിത്രം പോലും സഹോദരങ്ങളെ നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ ഈ ഉമ്മത്തിന് വേണ്ടി ഓരോരോ സെക്കൻഡും മാറ്റിവെച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം, എത്രത്തോളം മോശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. അതിന്റെ ഉത്തരം സൈനബാണ്. എന്നിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചു. ആദ്യം റുഖയ്യ റളിയല്ലാഹു അൻഹ, അവര് വഫാത്തായതിനു ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. പ്രവാചകന്റെ 2 മക്കളെ വിവാഹം ചെയ്തതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നൽകപ്പെട്ട പേരെന്താണ്? ദുന്നൂറൈൻ. ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് ദുന്നൂറൈൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയിരിക്കുന്ന സഹാബികളിൽ ഒരാളാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം മരണപ്പെടുന്നത് ഷഹീദായിട്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്, താങ്കൾ മരണപ്പെടുന്നത് ഷഹീദായിട്ടായിരിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിലെ ഗനീമത്തിന്റെ ഒരു വിഹിതം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നൽകി. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഉസ്മാനിന്റെ ഭാര്യയായ റുഖയ്യ ആ സമയത്ത് രോഗമായി മദീനയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ മദീനയിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ചില ആൾക്കാർ, ഖവാരിജിന്റെ ചില ആൾക്കാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പറയുന്ന ഒരു ആരോപണം എന്താണ്? അദ്ദേഹം ബദറിൽ പങ്കെടുക്കാതെ മദീനയിൽ നിന്നു എന്ന് പറയാറുണ്ട്. അതിന്റെ വാസ്തവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ബദറിൽ പങ്കെടുക്കാൻ അനുമതി നൽകാതെ മദീനയിൽ നിൽക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബദറിൽ അവർക്ക് ഉണ്ടായിരിക്കുന്ന ഗനീമത്ത് സ്വത്തിന്റെ ഒരു വിഹിതം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം 3ാമത്തെ ഖലീഫയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? അദ്ദേഹത്തെ എങ്ങനെയാണ് ഖലീഫയായി തെരഞ്ഞെടുത്തത്? ഞാൻ എല്ലാ സഹാബത്തിന്റെ ചരിത്രം പറയില്ല, അദ്ദേഹത്തിന്റെ ഹദീസ് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നെന്ന് മാത്രം. അദ്ദേഹത്തെ എങ്ങനെയാണ് ഖലീഫയായി തെരഞ്ഞെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആരാണ് ഖലീഫയെ നിശ്ചയിച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ നിശ്ചയിച്ചതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് ആരാണ് നിശ്ചയിച്ചത്? ഉമർ റളിയല്ലാഹു അൻഹു ആണോ? അല്ല, മറിച്ച് സഹാബത്ത്, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ശൂറ അംഗങ്ങൾ, അവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്ത് ഏൽപ്പിക്കുന്നത്. സഹാബത്ത് അവർക്കിടയിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണം ഏൽപ്പിക്കുന്നത്. ഹിജ്റ 53 ദുൽഹിജ്ജ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. ഹിജ്റ 53ാമത്തെ വർഷത്തിൽ ദുൽഹിജ്ജ മാസം ഒരു അസറിന് ശേഷമാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം ഷഹീദാകുന്നത്. അദ്ദേഹത്തെ മറമാടിയപ്പോഴാണ്? ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസമാണ് അദ്ദേഹത്തെ ദഫൻ ചെയ്തത്. എവിടെയാണ് മറമാടിയത്? എവിടെയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാ? ബഖീഉൽ ഗർഖദിൽ. ബഖീഉൽ ഗർഖദിലാണ്, മദീനയിലുള്ള ബഖീഉൽ ഗർഖദിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിടമുള്ളത്. അവിടെ അതിന് ചില ആൾക്കാർ ജന്നത്തുൽ ബഖീ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. അത് ചില ആൾക്കാർ ആ പേര് കൊണ്ടുവന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവിടെയുള്ളവരൊക്കെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അബ്ദുല്ലാഹ് ബിൻ ഉബയ്യ് ബിൻ സുലൂലിനെ പോലെ മുനാഫിഖുകളുടെ നേതാവുള്ളതും ബഖീഉൽ ഗർഖദിലാണ്. അതുകൊണ്ട് ജന്നത്തുൽ ബഖീ എന്നല്ല അതിന്റെ പേര്, മറിച്ച് ബഖീഉൽ ഗർഖദ് എന്നുള്ളതാണ് അതിന്റെ ശരിയായ പേര്. ഇനി നമുക്ക് ഹദീസിലേക്ക് വരാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ അറിയണം, ഇത് മറക്കരുത്, നമ്മൾ പഠിക്കണം. കേവലം കേട്ടുപോകാനല്ല, മറിച്ച് പഠിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഹദീസിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ മസ്അല എന്നുള്ളത് അതാ ഇബ്നു യസീദ് റഹിമഹുല്ലാ പറയുന്നു, ഹുംറാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അന്നഹു റഅ ഉസ്മാന ദഅ ബിഇനാ. ആ ഹദീസിന്റെ തുടക്കം അങ്ങനെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വുളൂ ചെയ്യാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു.
അപ്പോൾ ഈ ഹദീസിലുള്ള ഒന്നാമത്തെ മസല എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഹദീസ് അടിസ്ഥാനപ്പെടുത്തിയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഹദീസിലുള്ള തർത്തീബ് അനുസരിച്ച് പോകാം. ഒന്നാമത്തെ മസല എന്താണ്? വുളൂ ചെയ്യാൻ ഒരാളോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. നമ്മൾ വുളൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരാളോട് പറയാണ്, എനിക്ക് നിങ്ങളൊന്ന് വെള്ളം ഒഴിച്ചു തരണം, ഞാൻ വുളൂ ചെയ്യട്ടെ. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ എന്താണ്? ഹനഫി മദ്ഹബ് അവർ വിശ്വസിക്കുന്നത് കറാഹത്താണ്. നമ്മുടെ നാട്ടിൽ പ്രചാരണത്തിലുള്ള ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും അത് നല്ലതിനെതിരാണ്, അത് നല്ലൊരു പ്രവർത്തനമല്ല എന്ന് പറയും. എന്നാൽ വാസ്തവത്തിൽ വുളൂ ചെയ്യാൻ വേറെ ഒരാളുടെ സഹായം തേടുക എന്നുള്ളത് ഒരു പ്രശ്നവുമില്ലാത്ത കാര്യമാണ്. ശരീഅത്ത് നിരുപാധികം അനുവദിക്കുന്ന കാര്യമാണ് വുളൂ ചെയ്യാൻ മറ്റൊരാളുടെ സഹായം തേടൽ. ഒരാൾ നമുക്ക് വെള്ളം ഒഴിച്ചു തരുന്നു, നമ്മൾ വുളൂ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ പറയാണ് കുറച്ച് വെള്ളം എടുത്തിട്ട് വാ, എനിക്ക് വുളൂ ചെയ്യണം. ഇത് ശരീഅത്ത് നിരുപാധികം അനുവദിച്ച കാര്യമാണ്. ഹനഫി മദ്ഹബും ഷാഫിഈ മദ്ഹബും ഈ വിഷയത്തിൽ പറയുന്ന വാക്ക് അതൊരിക്കലും ശരീഅത്തിന്റെ തെളിവുകളോട് യോജിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് വുളൂ ചെയ്യാൻ നമുക്ക് ഒരാളോട് സഹായം തേടുക എന്നുള്ളത് ഒരിക്കലും വിലക്കപ്പെട്ട കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യാൻ അവിടുത്തെ സഹായിച്ചതായി ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹും മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂ ചെയ്യാൻ വെള്ളം ഒഴിച്ചു കൊടുത്തതായി ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുളൂ ചെയ്യാൻ ഉസാമ ബിൻ സെയ്ദും മുഗീറത്ത് ബിൻ ശുഅബയും വെള്ളം ഒഴിച്ചു കൊടുത്തതായി ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വുളൂ ചെയ്യാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വെള്ളം ഒഴിച്ചു കൊടുത്തതായി ബുഖാരിയിലും മുസ്ലിമിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? വുളൂ ചെയ്യാൻ മറ്റൊരാളുടെ സഹായം തേടുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അത് ഇസ്ലാം നിരുപാധികം അനുവദിച്ച കാര്യമാണ്. ഇവിടെ ചില ആൾക്കാർ ചോദിക്കാറുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ സംശയം വരാനിടയുള്ള ഒരു കാര്യം, സുനൻ ഇബ്നു മാജയിൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യകിലു തുഹൂറഹു ഇലാ അഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരാളെയും ഏൽപ്പിക്കാറില്ലായിരുന്നു. വുളൂ ആവട്ടെ മറ്റിതര കാര്യങ്ങളാവട്ടെ ഒരാളെയും ഏൽപ്പിക്കാറില്ല. മറിച്ച് യകൂനു ഹുവല്ലദീ യതവല്ലാഹ ബിനഫ്സി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യാറുള്ളത് എന്ന് പറയുന്ന ഹദീസ് ഇമാം ഇബ്നു മാജ തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നതായി കാണാം. എന്താണ് ഈ ഹദീസിന്റെ മറുപടി? ആ ഹദീസ് ദുർബലമാണ്. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ മസ്അല. വുളൂ ചെയ്യുന്നതിൽ മറ്റൊരാളുടെ സഹായം തേടുക എന്നുള്ളത് ശരീഅത്ത് വിലക്കിയിരിക്കുന്നതല്ല, മറിച്ച് നിരുപാധികം അനുവദിച്ചതാണ്. ഇതിനാൽ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ചില ആൾക്കാരൊക്കെ അത് തവക്കുലിനെതിരാണെന്നൊക്കെ പറയാറുണ്ട്. അത് ശരിയല്ല. തവക്കുലിനെതിരായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കറാഹത്തായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വുളൂ ചെയ്യാൻ മറ്റൊരാളുടെ സഹായം തേടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും മറ്റൊരാളുടെ സഹായം തേടില്ല. ഇവിടെ ഹദീസിൽ വന്നതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും മറ്റൊരാളുടെ സഹായം തേടില്ല. അതുകൊണ്ട് അത് കറാഹത്തോ വെറുക്കപ്പെട്ട കാര്യമോ അല്ല, മറിച്ച് അത് അനുവദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ആ ഹദീസിൽ വന്നിരിക്കുന്നത് അظنഹു സയകൂനു ഫീഹി മുദ്ദുൻ. ഇമാം അഹ്മദിന്റെ അരികിൽ വന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിന്റെ കണക്ക്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ കണക്ക്. സഹോദരങ്ങളെ, വുളൂഇൽ വെള്ളം ഉപയോഗിക്കുന്നതിൽ മിതത്വം കാണിക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. വുളൂഇൽ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ മിതത്വം കാണിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യാൻ എത്ര വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്? ഒരു മുദ്ദാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദ്ദാണ് വെള്ളം, ഒരു മുദ്ദ് വെള്ളമാണ് വുളൂ ചെയ്യാൻ ഉപയോഗിച്ചത്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഒതുങ്ങുന്ന വെള്ളം, അധികം നീളവും വലിപ്പമൊന്നും ഇല്ലാതെ സാധാരണ ഒരു വ്യക്തി ഇങ്ങനെ കയ്യിൽ വെള്ളം എടുത്താൽ എത്ര വെള്ളം ഉണ്ടാകുമോ ആ ഒരു വെള്ളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഉലമാക്കൾ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും, അത്ര തന്നെ ഉപയോഗിക്കണമെന്നല്ല, മറിച്ച് അധികമായി ആവശ്യത്തിലധികമായി വെള്ളം ഉപയോഗിക്കരുത്. ആവശ്യത്തിലധികമായി വെള്ളം ഉപയോഗിക്കരുത്. ചില സഹോദരങ്ങൾ പൈപ്പ് തുറന്നിട്ടിട്ട് അവർ വുളൂ ചെയ്യും, അവർ കൈ കഴുകുന്നതിനിടയിൽ ധാരാളം വെള്ളം അവിടെ ഇങ്ങനെ പോകുന്നുണ്ടാകും. അതിനുള്ള സാഹചര്യം ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ വരുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തുസ്രിഫു,
നിങ്ങൾ അമിതമായി ഉപയോഗിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമായി ഉപയോഗിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞു. അപ്പോൾ നമ്മൾ വുദൂ ചെയ്യുമ്പോൾ അത് കാരണം അല്ലാഹു ഇഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിൽ വുദൂവിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മൾ വുദൂ ചെയ്യുന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ അല്ലാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്നവരിൽ ഒരിക്കലും സഹോദരങ്ങളെ ഞാനും നിങ്ങളും അകപ്പെടാൻ പാടില്ല. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫളഹുള്ളയോട് ചോദിക്കപ്പെട്ടു, വുദൂഇൽ അമിതമായി വെള്ളം ഉപയോഗിക്കുന്നതിന് വിധി എന്താണ്? ഷെയ്ഖ് മറുപടി പറഞ്ഞു, ഹഫളഹുല്ലാഹ്, അൽ ഇസ്റാഫു ഫിൽ മാഇ മുഹറം, വെള്ളം അമിതമായി ഉപയോഗിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്, ഹറാമാണ്. വെള്ളം അമിതമായി ഉപയോഗിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. ഫിൽ വുദൂഇ വഗൈരി, വുദൂഇനാവട്ടെ മറ്റിതര കാര്യങ്ങൾക്കാവട്ടെ ആവശ്യമില്ലാതെ വെള്ളം കളയുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. എന്നിട്ട് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞു, വലാകിൻ ഫിൽ വുദൂഇ അശദ്, ഒരു വ്യക്തി വുദൂഇൽ വെള്ളം അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബാക്കിയുള്ള ഹറാമിനേക്കാളും കഠിനമായ ഹറാമാണ്. ബാക്കിയുള്ള സാഹചര്യങ്ങളിൽ വെള്ളം ഉപയോഗിക്കൽ നിഷിദ്ധമാണ്, പക്ഷേ വുദൂഇൽ വെള്ളം അമിതമായി ഉപയോഗിക്കുക എന്നുള്ളത് കൂടുതൽ നിഷിദ്ധമായ കാര്യമാണ് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്മൂഇൽ ഇമാം ബഗ്വി ഈ വിഷയത്തിൽ വെള്ളം അമിതമായി ഉപയോഗിക്കുക എന്നുള്ളത് ഹറാമാണ് എന്ന് പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബഗ്വി അത് ഹറാമാണെന്ന് പറഞ്ഞതായി ഇമാം നവവി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തി വെള്ളം ആവശ്യമില്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾ ചെയ്തിരിക്കുന്നത് ഹറാമായ കാര്യമാണ്. ആ വ്യക്തി ചെയ്തിരിക്കുന്നത് ഹറാമായ കാര്യമാണ്. വുദൂഇൽ ഇസ്റാഫ് പാടില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത്, ആവശ്യത്തിലധികം വെള്ളം ഉപയോഗിക്കരുത്. നമുക്കൊരു കൈ കഴുകാൻ കുറച്ച് വെള്ളം മതിയെങ്കിൽ അതിലധികമായി നമ്മൾ ഒരു കാരണവശാലും വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, 3 തവണയിലധികം വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. ഇപ്പോൾ കൈ കഴുകേണ്ടത് 3 തവണയാണെങ്കിൽ അല്ലെങ്കിൽ മുഖം കഴുകുന്നത് 3 തവണയാണെങ്കിൽ 4ാമത്തെ തവണ കഴുകുക എന്നുള്ളത് ഇസ്റാഫാണ്, അത് ഹറാമാണ്. 4ാമത്തെ തവണ കഴുകുക എന്നുള്ളത് ഇസ്റാഫാണ്, അത് ഹറാമാണ്. അത് ഹറാമാവാൻ വേറെയും കാരണങ്ങളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ വുദൂ ചെയ്യുമ്പോൾ വെള്ളത്തിൽ മിതത്വം കാണിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇവിടെ അതിന്റെ കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ചില മസാജിദുകളിലൊക്കെ നമ്മൾ പോയാൽ അവിടെ എഴുതി വെച്ചിട്ട് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒഴുക്കുള്ള നദിയുടെ അരികിൽ നിന്നാണ് വുദൂ ചെയ്യുന്നതെങ്കിൽ പോലും അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ആ ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിലും ആ ഹദീസ് ദുർബലമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ആ ഹദീസ് ദഈഫായ ഹദീസാണ്. ഒഴുകുന്ന നദിയുടെ അരികിൽ നിന്നാണെങ്കിൽ പോലും വെള്ളം കുറച്ചുപയോഗിക്കുക എന്ന് പറയുന്ന ഹദീസ് ദഈഫായ ഹദീസാണ്. പക്ഷെ അതിലുള്ള ആശയം, വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആശയം, അത് ശരിയാണ്. ഇനി വുദൂഇന്റെ മുമ്പ് നമ്മൾ അറിയേണ്ട കാര്യം, വുദൂവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നിട്ടില്ല. ഒന്നാമത്തേത് നിയ്യത്താണ്. വുദൂഇന്റെ ഒന്നാമത്തെ ഷർത്ത് എന്താണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ നിർബന്ധമായ ബാധ്യത എന്താണ്? നിയ്യത്താണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. എല്ലാ സഹോദരങ്ങളും വുദൂ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ എന്ത് നിയ്യത്ത് ഉണ്ടാകും? ഞാൻ വുദൂ ചെയ്യാൻ വേണ്ടി പോകും എന്നൊരു നിയ്യത്ത് ഉണ്ടാകും. അത് തന്നെയാണ് നിയ്യത്ത്. അതല്ലാതെ നിയ്യത്ത് നാവ് കൊണ്ട് പറയുക എന്നുള്ളത് ശരീഅത്ത് അനുവദിക്കുന്ന കാര്യമല്ല. നിയ്യത്ത് നാവ് കൊണ്ട് പറയുക എന്നുള്ളത് ശരീഅത്ത് അനുവദിക്കുന്ന കാര്യമല്ല. അതാണ് മാലിക്കി മദ്ഹബും അതുപോലെ തന്നെ ഇമാം അഹ്മദ് പറഞ്ഞിരിക്കുന്ന അഭിപ്രായമൊക്കെ അതാണ്. സമീപകാലം ജീവിച്ചവരിൽ ഷെയ്ഖ് ഇബ്നു ബാസ് ആവട്ടെ, ഷെയ്ഖ് അൽബാനി ആവട്ടെ, ഷെയ്ഖ് മുഖ്ബിൽ ആവട്ടെ, അതുപോലെ തന്നെ എല്ലാ ഉലമാക്കളും അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ഏകദേശം എല്ലാവരും പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താണ്? നിയ്യത്ത് വെക്കേണ്ടത് ഹൃദയത്തിലാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നു, അദ്ദേഹത്തിന്റെ അൽ ഫതാവ അൽ മിസ്രിയയിൽ മുൻഗാമികൾക്കിടയിൽ ഒരാൾ പോലും നിയ്യത്ത് നാവ് കൊണ്ട് വേണമെന്ന് പറയുന്നവരില്ല. പിൻഗാമികളിൽ ചില ആൾക്കാരാണ്, ചില മദ്ഹബിന്റെ പണ്ഡിതന്മാരാണ് നിയ്യത്ത് നാവ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞത്. അതല്ലാതെ മുൻഗാമികളിൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ അതല്ലാതെ വേറെ ഏതെങ്കിലും പണ്ഡിതന്മാരോ നിയ്യത്ത് നാവ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫതാവ അൽ മിസ്രിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നിയ്യത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഏത് ഹദീസാണ്? ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. ഏത് സഹാബിയിൽ നിന്നാണ് ഉദ്ധരിക്കപ്പെടുന്നത്? ഒരൊറ്റ സഹാബി മാത്രമാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നുള്ളൂ സഹീഹായിട്ട്. അതാരാണ്? അഹ്സൻ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹു. വുളൂഇന്റെ തുടക്കത്തിൽ നമുക്ക് അറിയേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. 8 മണിക്ക് നമസ്കാരം. വുളൂഇന്റെ തുടക്കത്തിൽ അറിയേണ്ട മറ്റൊരു കാര്യം സഹോദരങ്ങളെ, ബറകല്ലാഹു ഫീക്കും, അത്തസ്മിയതു ഇൻദൽ വുളൂ. വുളൂ ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയണം. തസ്മിയ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാ എന്ന് പറയണം. ബസ്മല എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ തസ്മിയ കൊണ്ട് ഉദ്ദേശം എന്താണ്? ബിസ്മില്ലാ എന്ന് പറയണം. വുളൂഇന്റെ തുടക്കത്തിൽ ബിസ്മില്ലാ എന്ന് പറയുക. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ലാ വുദൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹി അലൈഹി. വുദൂ ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാത്തവന് വുദൂ ഇല്ല. വുദൂ ചെയ്യുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയാത്തവന് വുദൂ ഇല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂചിപ്പിക്കുന്നതിന്റെ പ്രാധാന്യമുള്ളത് കൊണ്ട് മാത്രം പറയാം, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായങ്ങളാണ്. വുദൂഇന്റെ തുടക്കത്തിൽ ബിസ്മില്ലാ പറയുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായമാണ്. ഒരു വശത്ത് ഭൂരിപക്ഷം ഉലമാക്കൾ, ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബിലെ ഈ ഉലമാക്കളൊക്കെ എന്ത് പറയുന്നു? ബിസ്മില്ലാ പറയുക എന്നുള്ളത് സുന്നത്താണ്. ബിസ്മില്ല പറയുക എന്നുള്ളത് സുന്നത്തായ കാര്യം മാത്രമാണ്. മറുവശത്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൽ നിന്ന് ഒരു അഭിപ്രായം വന്നിരിക്കുന്നത് ബിസ്മി പറയൽ വാജിബാണ്. അദ്ദേഹത്തിൽ നിന്ന് 2 അഭിപ്രായമുണ്ട്. ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം സുന്നത്താണെന്നാണ് പറഞ്ഞത്. മറ്റൊരു അഭിപ്രായത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് എന്താണ്? ബിസ്മി പറയുക എന്നുള്ളത് വാജിബാണ്. അടിസ്ഥാനപരമായിട്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. 3 മദ്ഹബിന്റെ ഉലമാക്കൾ, അല്ലെങ്കിൽ 3 മദ്ഹബ്, അവരുടെ മദ്ഹബ് എന്താണ്? ബിസ്മി പറയുക എന്നുള്ളത് സുന്നത്താണ്. ഹംബലി മദ്ഹബാണ് ബിസ്മി പറയുക എന്നുള്ളത് വാജിബാണെന്ന് പറയുന്നവർ. ഹംബലി മദ്ഹബാണ് ബിസ്മി പറയുക എന്നുള്ളത് വാജിബാണെന്ന് പറയുന്നവർ. സമീപകാലം ജീവിച്ചിരുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആൽ ഷെയ്ഖ് റഹിമഹുമുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ബിസ്മി പറയുക എന്നുള്ളത് സുന്നത്താണ്. ബിസ്മി പറയുക എന്നുള്ളത് സുന്നത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരും, ബിസ്മി പറയാത്തവന്റെ വുളൂ ഇല്ല എന്ന് പറയുന്ന ഹദീസോ? അവര് പറയുന്നു ആ ഹദീസ് ദഈഫാണ്. ആ ഹദീസ് ദഈഫാണ്. ഇനി ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതുകൊണ്ടുള്ള ഉദ്ദേശം പ്രതിഫലം കുറയുമെന്ന് മാത്രമാണ്, അതല്ലാതെ വുളൂ ശരിയാവില്ല എന്നല്ല എന്ന് ഈ പറയപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെ പറയുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ മസലയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതിന് കാരണം എന്താണ്? ആ ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉള്ളത് കൊണ്ടാണ് ഈ 2 അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബിസ്മി പറയുക എന്നുള്ളത് നല്ല കാര്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാ ഉലമാക്കളും എന്ത് പറയുന്നു? ബിസ്മി പറയുക എന്നുള്ളതാണ് നല്ലത്, അത് മശ്റൂഅാണ്, ശരീഅത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് സുന്നത്താണോ വാജിബാണോ എന്ന വിഷയത്തിൽ മാത്രമാണ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്താൽ ഇത് സുന്നത്താണോ വാജിബാണോ എന്ന് ചോദിച്ചിട്ടായിരുന്നില്ല സഹാബികൾ ചെയ്യാറ്, മറിച്ച് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസ്മി പറയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ബിസ്മി പറയാൻ നമ്മൾ പരിശ്രമിക്കുക. സുന്നത്താവട്ടെ വാജിബാവട്ടെ, ബിസ്മി പറയാൻ നമ്മൾ പരിശ്രമിക്കുക. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാൻ സാധിക്കും, യംബഗി ലിൽ മുഅ്മിനി അൻ യജ്തഹിദ ഫി തസ്മിയതി ഇൻദ അവ്വലിൽ വുളൂ. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം വുളൂ തുടങ്ങുമ്പോൾ ബിസ്മില്ലാ പറയുക. വഹകദ അൽ മുഅ്മിന, മുഅ്മിനായ സ്ത്രീയും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫഇൻ നസിയ ദാലിക്, ഇനി ഒരാൾ ഇത് മറന്നുപോയി, നമുക്ക് വരുന്ന സംശയമാണ്, ഒരു വ്യക്തി ബിസ്മില്ലാ എന്ന് പറയാൻ മറന്നുപോയി, ഔ ജഹില, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബിസ്മില്ലാ പറയണമെന്നറിയില്ല, അങ്ങനെയാണെങ്കിൽ ഫലാ ഹറജ, ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന്റെ വുളൂ സഹീഹാണ്, ശരിയാണ്. വഇൻ തഅമ്മദ തർക്കഹ, ഒരാൾക്ക് ഓർമ്മയുണ്ടായിട്ട് മനഃപൂർവ്വം ബിസ്മി പറയുന്നത് ഒഴിവാക്കിയാൽ, വഹുവ യഅലമുൽ ഹുക്മ അശ്ശറഈ, അയാൾക്കറിയാം ഇത് ശരീഅത്ത് പഠിപ്പിക്കുന്ന ഒരു ഇബാദത്താണ് എന്ന് അയാൾക്ക് ബോധ്യമുണ്ട്, എന്നിട്ടും മനഃപൂർവ്വം ഒഴിവാക്കുകയാണെങ്കിൽ ഫയംബഗി ലഹു അൻ യുഈദൽ വുദൂഅ, അയാൾ വുദൂ മാറ്റിയെടുക്കലാണ് ഏറ്റവും ഉചിതം, ഇഹ്തിയാസൻ, അതാണ് അയാളുടെ ദീനിന് ഏറ്റവും നല്ല സൂക്ഷ്മത നൽകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. സുന്നത്താണെന്നും അഭിപ്രായമുണ്ട്, അതുപോലെ തന്നെ വാജിബാണെന്നും അഭിപ്രായമുണ്ട്. പക്ഷെ ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അഥവാ ചെയ്യാൻ മറന്നുപോയാൽ അയാൾ എന്ത് ചെയ്യേണ്ടതില്ല? മാറ്റി വുദൂ ചെയ്യേണ്ടതില്ല. വുദൂ ശരിയാണ്, വുദൂ ശരിയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹിന്റെ ഫത്വയാണ്. അതുപോലെ തന്നെ അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം റഹിമഹുല്ലയോട് ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഇമാം അഹ്മദ്
റഹിമഹുള്ളയുടെ കാലത്ത് ജീവിച്ച പണ്ഡിതനാണ്. ഏകദേശം ഹിജറ 211 അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഒരു വ്യക്തി വുദൂഇൽ ബിസ്മില്ലാ പറയാൻ മറന്നുപോയാൽ എന്ത് ചെയ്യണം? അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം റഹിമഹുള്ള പറഞ്ഞു, ഞാൻ മറന്നുപോയാൽ വുദൂ മാറ്റിയെടുക്കും, പക്ഷേ ബാക്കിയുള്ളവർക്ക് മാറ്റിയെടുക്കൽ വാജിബാണെന്ന് ഒരിക്കലും ഞാൻ പറയുകയില്ല. മറ്റുള്ളവർ വുദൂവിന് ബിസ്മി മറന്നുപോയാൽ മാറ്റിയെടുക്കൽ വാജിബാണെന്ന് ഞാൻ പറയുകയില്ല. കാരണം രണ്ട് വിഷയത്തിലും പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, വാജിബാണെന്നും സുന്നത്താണെന്നും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എപ്പോഴും ബിസ്മി പറയാൻ വേണ്ടി പരിശ്രമിക്കുക. അഥവാ മറന്നുപോയാൽ വുദൂ ബാത്തിലാണെന്നോ, ഒരു വ്യക്തി മറന്നുപോയാൽ അയാളുടെ വുദൂ ബാത്തിലാണെന്ന് വിധി പറയാനോ ഒന്നും നമ്മൾ പോവേണ്ടതില്ല. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരു വ്യക്തി വുദൂ ചെയ്യുമ്പോൾ ബിസ്മില്ല പറയാൻ മറന്നുപോയി, വുദൂ ചെയ്യുന്നതിന്റെ ഇടയിൽ അയാൾക്ക് ഓർമ്മ വന്നു, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാഹ് ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഷെയ്ഖ് പറയുന്നതായി കാണാൻ സാധിക്കും, എപ്പോഴാണോ ഓർമ്മ വന്നത് അപ്പോൾ ബിസ്മില്ല പറയുകയും വുദൂ തുടരുകയും ചെയ്യുക. നമ്മൾ മുഖം കഴുകുമ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത്, ബിസ്മില്ല പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞതിന് ശേഷം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ല, ബിസ്മില്ല എന്ന് പറഞ്ഞതിന് ശേഷം അയാൾ വുദൂ തുടർന്ന് ചെയ്യുക. ഇനി ഒരു വ്യക്തി ആദ്യം മുതലേ മാറ്റിയെടുക്കുകയാണെങ്കിൽ അതും പ്രശ്നമില്ല. പക്ഷേ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറഞ്ഞു, അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞാൽ മതിയാകുന്നതാണ്. ഇവിടെ ഈ ഒരു വിഷയത്തിന് തെളിവ് പറഞ്ഞു നിർത്താം. ചില സഹോദരങ്ങൾക്ക് സംശയം വരും, ഉലമാക്കൾ ഇത് സുന്നത്താണെന്ന് പറഞ്ഞു, ധാരാളം ഉലമാക്കൾ സുന്നത്താണെന്ന് പറഞ്ഞു, അവർ ഹദീസ് ദുർബലമാണെന്നും പറയുന്നു. പിന്നെ എങ്ങനെയാണ് അത് സുന്നത്താവുക? ഹദീസ് ദുർബലമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത് സുന്നത്താവുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നു, ഒരു വ്യക്തി ഭാര്യയുമായി ബന്ധപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അവിടെ എന്ത് പറയണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ പറയുന്നു, ഈ ഒരു സാഹചര്യത്തിൽ പോലും ബിസ്മില്ല എന്നുള്ളത് ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ വുദൂഇലും ബിസ്മില്ല എന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പറയേണ്ട ഈ ദിക്ർ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിരിക്കുന്നത് എവിടെയാണ്? കിതാബുൽ വുദൂഇലാണ്. കിതാബുൽ വുദൂഇലാണ്. ഇമാം ബദറുദ്ദീൻ അൽ ഐനി അദ്ദേഹത്തിന്റെ ഉംദത്തുൽ ഖാരിയിൽ ഇത് വിശദീകരിക്കുമ്പോൾ പറയുന്നു, ഇമാം ബുഖാരി കിതാബുൽ വുദൂഇൽ ഈ ഹദീസ് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം വുദൂഇന്റെ തുടക്കത്തിലും ബിസ്മി പറയണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിസ്മി സുന്നത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്നത് ബിസ്മി ഇല്ലാത്തവന് വുദൂ ഇല്ല എന്ന ഹദീസ് അല്ല. കാരണം ആ ഹദീസ് ദുർബലമാണ് അവരുടെ അരികിൽ. അതിന്റെ തെളിവെന്താണ് അവർ പറയുന്നത്? ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പറയേണ്ട ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ബിസ്മില്ല പറയണമെങ്കിൽ ഇവിടെയും ബിസ്മില്ല പറയണം എന്നാണ് സുന്നത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന അവരുടെ തെളിവ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുക. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വുദൂഇന്റെ മഹത്വം നമ്മൾ പറഞ്ഞു, വുദൂ ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയല്ല എന്ന് പറഞ്ഞു, വുദൂഇന്റെ തുടക്കത്തിൽ അറിയേണ്ട നിയ്യത്തിനെ സംബന്ധിച്ചും ബിസ്മില്ല പറയുന്നതിനെ സംബന്ധിച്ചും നമ്മൾ അറിഞ്ഞു. അതിനെ സംബന്ധിച്ച് ചുരുക്കം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. രണ്ടഭിപ്രായങ്ങളുണ്ട്. ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അഥവാ മറന്നു പോവുകയാണെങ്കിൽ അവന്റെ വുദൂ ബാത്തിലാവുകയില്ല, മറിച്ച് വുദൂ ശരിയാകും. അത് സുന്നത്താണെന്ന് പറയുന്ന പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്ന ഹദീസ് മനസ്സിലായില്ലേ? ഏതാണ്? ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ല പറയാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലും പറയണമെങ്കിൽ വുദൂഇന്റെ സാഹചര്യത്തിലും പറയണമെന്നാണ്, സുന്നത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ തെളിവായി പറയുന്നത്. അത് തെളിവ് പിടിച്ച ഒരു പണ്ഡിതനാരാണ്? ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. ഇമാം ബുഖാരി കിതാബുൽ വുദൂഇലാണ്, വുദൂഉമായി ബന്ധപ്പെട്ട അധ്യായത്തിലാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഈ പറയപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ മുറാജഅ ചെയ്യുക. എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ, അടുത്ത ശനിയാഴ്ച ദർസിൽ നമ്മൾ ഈ പുതിയ വിഷയങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വിഷയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെ എല്ലാ വിഷയത്തിലും ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും നല്ല രീതിയിൽ മറുപടി പറയാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു സമ്മാനം. അതുകൊണ്ട് പഠിക്കണം സഹോദരങ്ങളെ. കേവലം നമ്മൾ ഇരുന്നിട്ട് പോവരുത്. നമ്മൾ പഠിക്കുക, ഇരുന്ന് പഠിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. തെളിവ് നമ്മൾ പറഞ്ഞു, ഹദീസുകൾ നമ്മൾ പറഞ്ഞു, തെളിവ് നമ്മൾ പഠിക്കുക, ഹദീസ് പഠിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു, അത് നമ്മൾ പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇൽമ്. ചില ആൾക്കാർ ഇൽമിന്റെ മജ്ലിസിലിരിക്കും, അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പുതുതായി കേട്ടിട്ടുണ്ടാകും. അവർ പറയും, ഇത് പ്രത്യേകിച്ച് എന്താ ഉള്ളത്? കുറച്ച് കഴിഞ്ഞിട്ട് അയാൾക്ക് ചോദിക്കുമ്പോൾ അതറിയില്ല. ഉലമാക്കൾ പറയുന്നു, ഒരു ദിവസം ഒരു മസലയാണെങ്കിൽ പോലും അത് പഠിച്ചാൽ മതി, പക്ഷെ അത് പഠിക്കണം. എല്ലാ ദിവസവും ഒരു മസല പഠിച്ചാൽ ഒരു വർഷം കൊണ്ട് 360 മസല ആലിമാവും. പക്ഷെ പഠിക്കണം. ഒരു വിഷയം നമ്മൾ പഠിക്കണം, അതല്ലാതെ കേട്ടുപോവാനല്ല.
അതുകൊണ്ടാണ് ഇത്രയും ലളിതമായ രൂപത്തിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അതിന്റെ തെളിവുകളോടുകൂടി ഞാൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനെപ്പോഴും നമ്മളൊരു സമയം കണ്ടെത്തുക. പരസ്പരം ഇരുന്നുകൊണ്ട് മുറാജഅ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലാരും കുറവ് വരുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പഠിക്കാനും ഇൽമിന് വേണ്ടി പരിശ്രമിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മജ്ലിസ് കാരണം നമ്മുടെ പാപങ്ങളൊക്കെ മാഫാക്കി നൽകുമാറാവട്ടെ. ഇൽമ് കൂടുതൽ പഠിക്കുക, ഇൽമിന്റെ മജ്ലിസുകളിൽ പങ്കെടുക്കുക. അല്ലാഹു പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു നൽകാനും ജീവിതത്തിൽ കൊണ്ടുവരുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകാൻ സ്ഥിരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه وسلم. سبحان الله وبحمده. سبحانك اللهم وبحمدك. أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.